പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഭയങ്കര സങ്കടത്തിൽ ഇതുകൊണ്ട് നമ്മുടെ മുരിങ്ങയെല്ലാം ഇന്ന് ആരോ വന്ന് ഒടിച്ചുകൊണ്ട് പോയി. ഞാനിതിങ്ങനെ തളർത്ത് കുളിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇതുകൊണ്ട് ഇതെല്ലാം ഒടിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതിനകത്തെല്ലാം തളർത്ത് നല്ലപോലെ നിൽക്കുകയായിരുന്നു. ഇതുകൊണ്ട് ഇത് മൊത്തം ഓരോരുത്തർ വന്നു നിങ്ങൾ കാണും. എന്തൊരു കഷ്ടമാണ്, സങ്കടം വരുന്നുണ്ട്. നമ്മളിത് ഈ മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ച് ഇത്രയൊക്കെ കിളിപ്പിച്ചോട്ട് വരുന്നുണ്ടേ ഓരോരുത്തർ വന്ന് അവരുടെ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ വന്ന് ഓടിച്ചുകൊണ്ട് പോവുക. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ഓരോ കച്ചവടക്കാരാണ്. അവർ നമ്മുടെ ഇവിടെ ഇല്ല, ഞങ്ങൾ രാവിലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ സമയം കണക്കാക്കി ഇവർ വന്ന് ഇത് ഓടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പാക്കറ്റിനകത്താക്കിയിട്ട് ഗ്രോസറികളിലും സൂപ്പർ മാർക്കറ്റിലും കൊടുക്കുക. നമ്മളിതിവിടെ നിർത്തിയേക്കുന്നത് ഈ ഷുഗറുകാരും ഓരോ മരുന്നിനൊക്കെ ഓരോരുത്തരൊക്കെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യത്തിനൊക്കെ വന്ന് എടുക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ആളില്ലാത്തവർ നാട്ടിൽ കാണിക്കുന്ന അതേ മോഷണ രീതിയൊക്കെ ഇതിനും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, അല്ലാതെ പറ്റത്തില്ല. ഇവരുടെ വണ്ടി നമ്പരൊക്കെ എടുത്തിട്ട് ഇതുണ്ട് മൊത്തം ഓടിച്ചിടും. എന്തൊരു സങ്കടമാണ് ഇത്, നിങ്ങൾ നോക്ക്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കണ്ടത് നല്ലപോലെ തളർത്ത് നിന്നാണ്. ഇത് മൊത്തം ഓടിച്ചുകൊണ്ട് പോയിട്ട് ഇതൊരു കഷ്ടമാണ്. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. നമ്മൾ ഈ ചൂടത്ത് ഇത് ഇത്രയും വെള്ളം ഒഴിപ്പിച്ചു. എന്നാൽ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് വേറെ മുരിങ്ങയെ. അതിനകത്തൊന്നും ഇല ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ മുരടിച്ച് മഞ്ഞിച്ച് പോവുക. അപ്പോൾ അതുകൊണ്ട് അവർക്കത് വേണ്ട. ഇപ്പോൾ ഇങ്ങനെ പച്ച തളിരുള്ളത് മാത്രം മതി. അപ്പോൾ ഇതേ മാർക്കറ്റിൽ പോകത്തുള്ളൂ. ഇപ്പോൾ അതിങ്ങനെ പാക്കറ്റിനകത്താക്കിയിട്ട് ഇങ്ങനെ വിൽക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവിടെ ഓരോ സൂപ്പർ മാർക്കറ്റിൽ ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാക്കറ്റിനകത്താക്കി വെച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഇത് എവിടുന്നാണ് ഇവരിങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്ത് വന്ന് പറഞ്ഞ് ഇതുപോലുള്ളടത്ത് ഇവർ കാറേ വന്നിട്ട് കുറച്ച് പേര് വന്ന് ഓടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവർ റൂമിലിട്ടതൊരു ഇങ്ങനെ ചെറിയ പാക്കറ്റിനകത്താക്കിയിട്ട് ഓരോ ഗ്രോസറികളിലും അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കുക. എന്തൊരു കഷ്ടമാണ് നോക്കി. അവർക്കൊന്നും അറിയണ്ട, വെള്ളം ഒഴിക്കണ്ട, വളമിടണ്ട, അല്ലെങ്കിൽ പുറകെ നിൽക്കണ്ട. അവർ വരിക, ആളില്ലാത്തടത്ത് കയറി ഓടിച്ചുകൊണ്ട് പോവുക, പാക്കറ്റാക്കുക. ഒരു കവറിന് എത്ര 3,000 രൂപയൊക്കെയാണ്. ഇതെന്നിട്ട് ദുബൈയിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ കേട്ട്. ഇവിടുന്ന് പാക്കറ്റാക്കിയിട്ട് ദുബൈക്ക് സൂപ്പർ മാർക്കറ്റിലും ചെറിയ ഗ്രോസറിയിലൊക്കെ കൊണ്ടുപോകും. അവിടെയൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇതൊരു കഷ്ടമാണ്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു നോക്കിയപ്പം ഇവിടെ എല്ലാം ഓടിച്ച് ഇങ്ങനെ ഇട്ടൊക്കെ നോക്കി കമ്പെല്ലാം ഓടിച്ച്. ഇപ്പം ഈ കണ്ടാൽ അത്രയും ഇതിനെക്കാട്ടിലും തളർപ്പ് അവരടിച്ചുകൊണ്ട് പോയി. ഇതുണ്ട് മുകളിലോട്ടുള്ള എല്ലാം ഓടിച്ചുകൊണ്ട് പോയി. നമ്മുടെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ നിൽക്കുകയായിരുന്നു. തന്നെ മൊത്തം കൊണ്ട് മുകളിലോട്ട് നോക്കി കണ്ടോ, മൊത്തം ഇതെല്ലാം ഒടിച്ചതിൻ്റെ കുറ്റി നിൽക്കുക. എന്തൊരു കഷ്ടമാണെന്നുണ്ട്. മനുഷ്യരിങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കുക. ഈ ഷുഗറുകാരൊക്കെ വന്ന് ഇവിടുത്തെ പറിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ ഡൗൺ ആകും. എന്താ ചെയ്യാനാണ്.